നമസ്കാരം, ഡോക്ടർ സരിത പ്രേം. തലമുടി ചീകുന്നതാണോ ചീകാത്താണോ നല്ലത്? ഈ അടുത്തിടയ്ക്ക് നമ്മുടെ ടീനേജേഴ്സ്, പ്രത്യേകിച്ചും ബോയ്സിന്റെ ഇടയ്ക്ക് സ്ഥിരമായിട്ട് കാണുന്ന ഒരു ട്രെൻഡാണ് മുടി ചീകി വെക്കാത്ത ഒരു പ്രവണത. നമ്മൾ സാധനം ചോദിക്കുമ്പോൾ പറഞ്ഞ ഒറ്റ ചോദ്യമാണ്, ഡോക്ടർ മുടി ചീവിയാൽ മുടി കൊഴിഞ്ഞു പോകും, അതുകൊണ്ടാണ് ഞാൻ മുടി ചീവാത്തതാണ്. ഇത് ശരിയായ ഒരു ധാരണയാണോ? ശരിക്കും മുടി ചീകാണ്ടിരിക്കുമ്പോൾ സംഭവിക്കുന്നത് നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക. തലമുടി ചീവിയില്ലെങ്കിൽ മുടി അമിതമായി കൊഴിയാനും അതേപോലെ പൊട്ടിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. അത് മാത്രമല്ല, നിങ്ങളുടെ സ്കാൽപ്പിൽ, അതായത് നിങ്ങളുടെ ശിരോചർമ്മത്തിൽ ഡാൻഡ്രഫ് ബിൽഡപ്പ് ആവാനുള്ള ചാൻസും കൂടുതലാണ്. താരൻ വരുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. എന്നാലും ശരിയായ രീതിയിൽ മുടി ചീവിയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വെളിയിൽ പോകുമ്പോൾ നിങ്ങൾക്ക് എക്സ്പോസ് ആവുന്ന പൊടി പടലങ്ങളൊക്കെ അടിഞ്ഞുകൂടി തലയിൽ ഒരുപാട് ചെറിയ ചെറിയ കുരുക്കൾ വരാനും ഈ ഡാൻഡ്രഫും അഴുക്കും ഒക്കെ ബിൽഡപ്പ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ദിവസവും 2 നേരമെങ്കിലും മുടി ചീവാനായിട്ട് ശ്രദ്ധിക്കുക. മുടി ചീവുമ്പോൾ നിങ്ങളുടെ തലയിൽ, അതായത് പ്രത്യേകിച്ച് നിങ്ങളുടെ ശിരോചർമ്മത്തിലേക്ക് നല്ല രീതിയിൽ രക്തോട്ടം വരികയും മുടി വളരാൻ അത് സഹായിക്കുകയും ചെയ്യും. അത് മാത്രമല്ല, നിങ്ങളുടെ ശിരോചർമ്മത്തിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന പൊടിയും പടലങ്ങളും ഒക്കെ നീങ്ങാനായിട്ടും അത് സഹായിക്കും. ഇനി ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം, രക്തോട്ടം വർദ്ധിപ്പിക്കാൻ, അതായത് മുടി ഇഴകളിലേക്ക് രക്തോട്ടം വർദ്ധിപ്പിക്കാനായിട്ടും ഈ മുടി ചീകുന്നുള്ള ഗുണമുണ്ട്. ഇനി എപ്പോൾ ചീകണം എന്നുള്ളതാണ് വിഷയം. കാരണം പൊതുവെ എല്ലാവരും നനഞ്ഞ മുടി ചീകി വെക്കുന്ന ഒരു പ്രവണതയുണ്ട്. ഒരു കാരണവശാലും നനഞ്ഞ മുടി നിങ്ങൾ ചീവാനായിട്ട് പോകരുത്. മുടി ഒരല്പമെങ്കിലും ഉണങ്ങിയതിനു ശേഷം മാത്രം മുടി ചീവാനായിട്ട് ട്രൈ ചെയ്യുക. പ്രത്യേകിച്ചും ഈ ഒരു വിന്റർ സീസൺ, അതായത് മഞ്ഞുകാലത്ത് മുടി അമിതമായി കൊഴിയാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം മുടിയുടെ ടീലോജൻ എന്ന് പറഞ്ഞ ഫേസിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. അപ്പൊ മുടി കൊഴിച്ചിലിന്റെ സാധ്യത ഈ ഒരു സീസണിൽ വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്കാൽപ്പ് ഡ്രൈ ആയിരിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. അതുകൊണ്ട് എന്തെങ്കിലും ചെറിയൊരു ഇമോളിയന്റ്, ചെറിയൊരു സീറംസ്, ഓയിലി സിറംസ് ചെറിയ തോതിലെങ്കിലും നിങ്ങൾ മുടിയിഴകളിൽ അപ്ലൈ ചെയ്തിട്ട് കോംബ് ചെയ്യുന്നത് ഈ ഒരു സമയത്ത് വളരെ നല്ലതായിരിക്കും. ഇത് മാത്രമല്ല, നിങ്ങൾ നിങ്ങളുടെ ഡയറ്റും ശ്രദ്ധിക്കുക. കാരണം ധാരാളം പ്രോട്ടീൻസ് അടങ്ങിയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യുകയാണെങ്കിൽ മുടി കൊഴിയുന്നതനുസരിച്ച് നിങ്ങൾക്ക് മുടി വളരാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇനി ഇത് മാത്രമല്ല, ഈ ഒരു സീസണിൽ തണുപ്പ് കാരണം അമിതമായി ചൂടുവെള്ളം തലയിൽ ഒഴിക്കുന്നവരുണ്ട്. അതും ഒഴിവാക്കണം. കാരണം ചൂടുവെള്ളം ഒഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മുടി നല്ല രീതിയിൽ കൊഴിയാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് മുടി ചീകണം എന്നുള്ളത് മാൻഡേറ്ററി ആണ്. പ്രത്യേകിച്ചും 2 നേരമെങ്കിലും നിങ്ങൾ ചെയ്യുക. അത് ഉണങ്ങിയതിന് ശേഷം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുക.